രാവിലെ പുട്ടിന് തേങ്ങ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ കണ്ണ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് അഴുകിയിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ചുവട് ഭാഗം ആദ്യം തിരുവിയെടുത്ത് ഇനി വെച്ചിരുന്ന് കേടാക്കി കളയണ്ടെന്ന് കരുതിയിട്ടാണ് അത് മൊത്തത്തിലങ്ങ് തിരുവിയെടുത്തത്. അപ്പോൾ പുട്ടിനുള്ളത് എടുത്തിട്ട് ബാക്കി തേങ്ങയിൽ സ്മെല്ലുണ്ടെങ്കിൽ വറുത്ത് വെച്ചാൽ നമുക്ക് തീയലൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ തിരുവിയപ്പം വേറെ പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഞാൻ ആ കണ്ണുള്ള ഭാഗവും കൂടി തിരുവിയെടുത്ത്. അപ്പം ആ കണ്ണിൻ്റെ ചുറ്റുവട്ടം കുറച്ച് ഭാഗം ഞാൻ എടുത്തില്ല, അതങ്ങ് കളഞ്ഞ്. ഇനി അത് എല്ലാം കൂടി തിരുവിയിട്ട് കുളമാക്കി കളയണ്ടെന്ന് കരുതി. അതിനുശേഷം ഞാൻ ഗോതമ്പ് മാവ് നനച്ച് പുട്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പുട്ടിനൊപ്പം കഴിക്കാനായിട്ട് ബീഫ് കറിയാണ്. ബീഫ് കറി നേരത്തെ വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് ചൂടാക്കിയെടുക്കും. അങ്ങനെ ഗോതമ്പ് പുട്ട് ബീഫ് കറിയുമായിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ കഴിച്ചു. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു രാവിലത്തേക്ക്? അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.